ടു ലോസിമസ് ലോ സ്കൂൾ. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് ടാക്സേഷനകത്തെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനാണ്. ഈ പ്രോബ്ലം ഡയറക്റ്റ് ടാക്സേഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് സാധാരണ ഒരു ലീഗൽ പ്രോബ്ലത്തിൻ്റെ ആൻസറിങ് രീതിയിലല്ല. അതുകൊണ്ടാണ് നിങ്ങളത് വളരെ നന്നായി അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോയിക്കോട്ടെ. എക്സ് an Indian citizen left India for the first time on 25th May 2022 for the purpose of employment. During the financial year 22-23, he received an amount of rupees 98,000 as rent from the property in India and earned 12 lakhs as salary from his foreign employer and an amount of 6 lakh from his income through the sale of a residential house which is situated in India. Apart from the income, he got an amount of rupees 2,60,000 from his former employer in India. Which of the above incomes are chargeable under Income Tax Act during the financial year 2022-23? Give reasons. ഇതിനകത്ത് നമ്മൾക്ക് എറേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. First, erase the question issue. What is the residential status of X during financial year 22-23? ഫിനാൻഷ്യൽ ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിലെ കിട്ടിയ ഇൻകം അസസ് ചെയ്തത് നെക്സ്റ്റ് ഇയറിലാണ്. അപ്പം ഫിനാൻഷ്യൽ ഇയർ 22-23 അസസ്മെൻ്റ് എന്ന് പറയുന്നത് 23-24 നമ്മൾ ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. Second question, which of X incomes during 22-23 are chargeable to chargeable as tax in India? Third question, give reasons. അല്ലേ, നമ്മൾ ഇതിനകത്തൊന്ന് ചെയ്യേണ്ട കാര്യം, give reasons with statutory basis for taxability or non-taxability in each item of the income. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫാക്ച്വൽ ഡേറ്റ എന്താണെന്ന് നോക്കാം. എക്സ് ഒരു ഇന്ത്യൻ സിറ്റിസണാണ്. അയാൾ 25 മെയ് 2022 ഫോറിനിലേക്ക് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പോയി. ശരിക്കും ഫിനാൻഷ്യൽ ഇയറിലെ അസസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറും അസസ്മെൻ്റ് എന്ന് പറയുന്നതും സബ്സിക്വൻ്റ് ഇയറുമാണ്. ഏതാണോ ഫിനാൻഷ്യൽ ഇയർ അതിൻ്റെ സബ്സിക്വൻ്റ് ഇയറാണ് അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം റിസീവ് ചെയ്തത് എങ്ങനെയൊക്കെയാണ്? റെൻറ്റ്, ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടിയിൽ നിന്നും അയാൾക്ക് റെൻറ്റ് റിസീവബിൾ ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ 22-23 എന്ന് പറയുന്നത് 98,000. അയാളുടെ സാലറി ഫോറിൻ എംപ്ലോയ്മെൻറ്റിന് എബ്രോഡിൽ കിട്ടിയ സാലറി എന്ന് പറയുന്നത് 12 lakhs. പിന്നെയോ അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത അയാളുടെ ഹൗസ്, റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്ത വഴി 6 lakhs കിട്ടി. പിന്നെ ഫോർമർ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നും 2,60,000 അരിയർ അല്ലെങ്കിൽ കോമ്പൻസേഷനായിട്ട് 55 ദിവസത്തോളം അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ 2,60,000. ഇങ്ങനെ 4 ടൈപ്പ് ഇൻകമാണ് അയാൾക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ്, അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റാറ്റ്യൂട്ടറി റൂൾ അപ്ലൈ ചെയ്ത് അയാൾ ഇന്ത്യൻ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് സെക്ഷൻ 6 ആണ്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 6 ആണ്
റെസിഡൻഷ്യൽ പർപ്പസ് ഡിറ്റർമൈൻ ചെയ്യുന്ന. ഇപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസ് ഫോറിലാണെങ്കിലും റെസിഡൻഷ്യൽ പർപ്പസ് അയാളുടെ ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തരുന്നത് അയാൾ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ എന്താണ് അയാൾ റിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അയാൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു, അതിൻ്റെ റീസണും കണ്ടുപിടിച്ചു. ഇവിടെ ഏപ്രിൽ മാസം 30 ഡേയ്സും മെയ് മാസം 25 ഡേയ്സും ആകെ 55 ദിവസമേ ഉള്ളൂ. അത് 182 താഴെ ആയതുകൊണ്ട് 55 ഡേയ്സ് ഈസ് ലെസ് ദാൻ 182. സോ ദ ബേസിക് കണ്ടീഷൻ എന്താണ് ഫോർ എ റെസിഡൻഷ്യൽ ഇൻ ഇന്ത്യ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ ഹീസ് എ എന്താ നോൺ റെസിഡൻഷ്യൽ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? എക്സ് ഈസ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 22-23 അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 23-24. ഈ സെക്കൻഡ് കാര്യം നോക്കാം. എന്താണ് സെക്കൻഡ് സംഭവം എന്താണ്? ജനറൽ റൂൾ ഓൺ ടാക്സബിലിറ്റി ഫോർ നോൺ റെസിഡൻറ്റ് സെക്ഷൻ 5 ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ ഇൻകം ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തതായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻകം എറൈസ് ചെയ്തതോ അക്രൂ ചെയ്തതോ ഇന്ത്യയിൽ വെച്ച് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഇൻകം അക്രൂ ചെയ്തതായിട്ട് ഡീം ചെയ്യുക, അല്ലെങ്കിൽ എറൈസ് ചെയ്തതായിട്ട് ഡീം ചെയ്യാം ബൈ എനി പ്രൊവിഷൻ ഓഫ് ദ ആക്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആണെങ്കിൽ മാത്രമേ എന്താ ഈ ടാക്സബിലിറ്റി ഫോർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ റൂൾ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻകം ഏൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എ നോൺ റെസിഡൻറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ഇന്ത്യ. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ആ റീസണും നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. അനലൈസ് ഈച്ച് ഐറ്റം ഓഫ് ഇൻകം. സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. നമ്മൾ റെൻറ്റ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടിക്ക് കിട്ടിയ റെൻറ്റ് എന്ന് പറയുന്നത് 98,000 ആണ്. അത് ഇന്ത്യയിൽ റൈസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂവ് ചെയ്തതാണ്. അപ്പോൾ സോ കൺക്ലൂഷൻ ടാക്സബിൾ ഇൻ ഇന്ത്യ. സെക്കൻഡ്, 12 lakhs എന്ന് പറയുന്നത് ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നും അവിടെയുള്ള സർവീസിന് കിട്ടിയ സാലറിയാണ്. ദാറ്റ് ഈസ് നോട്ട് എറൈസ്ഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂവ്ഡ് ഇൻ ഇന്ത്യ. സോ ഇറ്റ് ഈസ് നോൺ ടാക്സബിൾ. ഒന്നും അതിനകത്ത് പറയാനില്ല. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ്? ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള 6 lakhs എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് അക്രൂവ് ചെയ്തതോ എറേസ് ചെയ്തതോ ആണ്. അവിടെ ഡീം ചെയ്യുകയല്ല, ശരിക്കും ആണ്. സോ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇനിയും ഫോർമർ എംപ്ലോയറുടെ നിന്ന് കിട്ടിയ 2,60,000 എന്ന് പറയുന്നത് സെക്ഷൻ 5(2)-നകത്ത് പറയുന്നുണ്ട്. എന്താ അത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയ സാലറിയാണ്. ഇപ്പം ഈവൻ ഇഫ് ക്യാരക്ടറൈസ്ഡ് ആസ് സാലറി, അരിയേഴ്സ് ഓർ ഗ്രാറ്റുവിറ്റി ഓർ കോമ്പൻസേഷൻ, റെസിപ്റ്റ് ഇൻ ഇന്ത്യ ട്രിഗേഴ്സ് ടാക്സബിലിറ്റി. സോ ദ പോർഷൻ 2,60,000 ഈസ് ഓൾസോ ടാക്സബിൾ. അപ്പോൾ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ടാക്സബിൾ അല്ലാത്തത്. ആ എമൗണ്ട്, ആ പോർഷൻ എന്ന് പറയുന്നത് 12 lakhs എന്ന് പറയുന്നത് ഫോറിൻ സർവീസിന് വേണ്ടിയിട്ട് ഫോറിൻ എംപ്ലോയറുടെ നിന്നും കിട്ടിയത് ഇന്ത്യയിൽ എറൈസ് ചെയ്തതോ ഇന്ത്യയിൽ അക്രൂവ് ചെയ്തതോ അല്ലാത്തത് കൊണ്ട് നോൺ ടാക്സബിൾ ആണ്. ജസ്റ്റ് അതൊന്ന് നോക്കാം. 98,000 എങ്ങനെയാണ്? ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ റെൻറ്റ് ടാക്സബിൾ. 12 lakhs എന്താണ്? ഫോറിൻ സാലറി, ഫോറിൻ എംപ്ലോയറുടെ കയ്യിൽ ഫോറിൻ സർവീസിന് വേണ്ടി കിട്ടിയത്, നോൺ ടാക്സബിൾ.
ക്യാപിറ്റൽ ഗെയിൻ 6 lakhs എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് ഇന്ത്യയിൽ വെച്ച് എറൈസ് അല്ലെങ്കിൽ അക്രൂ ചെയ്തതാണ് 6 lakhs ടാക്സബിൾ. ദെൻ ഫോർമർ എംപ്ലോയിൽ വെച്ച് എംപ്ലോയറിൽ നിന്നും ഫോമേഴ്സ് എന്താണ് സാലറിയുടെ ഇതിലേക്ക് ഫോമർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഇതിലേക്ക് കിട്ടിയ എമൗണ്ട് ചിലപ്പോൾ അത് കോമ്പൻസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ടെർമിനേഷൻ സമയത്തുള്ള ബെനിഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 55 ഡേയ്സിലെ സാലറിയും കൂടി ആയിരിക്കാം അതിൻ്റെ കൂടെ. അതും ഇന്ത്യയിൽ വെച്ച് റൈസ് ചെയ്തത് അല്ലെങ്കിൽ അക്രൂ ചെയ്തതായതുകൊണ്ട് ആ 2,60,000 ടാക്സബിൾ. അപ്പോൾ 12 lakhs മാത്രം ഫോറിൻ എംപ്ലോയ്മെൻറ്റിന് കിട്ടിയ സാലറി മാത്രം നോൺ ടാക്സബിൾ ആണ്. ഇത് നോൺ റെസിഡൻറ്റ് ഇന്ത്യനുമാണ്. സോ അതർ ത്രീ items ആർ ടാക്സബിൾ ഇൻകം. ദറ്റ് ഈസ് 98 റെൻ്റ് എന്ന് പറയുന്നത്, 6 lakhs ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, 2,60,000 അയാളുടെ ഇവിടുത്തെ സാലറി അല്ലെങ്കിൽ അരിയർ എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9,58,000 ആ സാധനം എന്താ ടാക്സ്, അത്രയും പോർഷൻ ടാക്സബിളാണ്. ഇവിടെ എന്താ നമുക്ക് കൺക്ലൂഷനായിട്ട് പറയുന്നത്, എക്സ് 55 days മാത്രമേ ഉള്ളൂ. സെക്ഷൻ 6 പ്രകാരം 182 days ഇല്ലാത്തതുകൊണ്ട് നോൺ റെസിഡൻ്റ് ആണ്. ഔട്ട്സൈഡിലുള്ള സാലറി മാത്രം അത് നമ്മൾ നോൺ ടാക്സബിളായിട്ട് കാണും. ബാക്കിയുള്ള എല്ലാ പോർഷനും ഇന്ത്യയിൽ വെച്ച് അക്രൂ ചെയ്തോ എറൈസ് ചെയ്തതായിട്ടുള്ള എല്ലാം തന്നെ ടാക്സബിൾ ഇൻകമാണ്. അത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടലി 9,58,000 ആണ്. അത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് പ്രോബ്ലം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ദെൻ യു ഷുഡ് ലൈക്ക്, കമൻറ്റ് as well as subscribe. Okay, thank you.